രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 171ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം. എൻ്റെ കാല് സുഖമായി കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യലഹരിയുടെ ക്ലാസ്. അതുകൂടാതെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരത് കാണുക. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അവർക്ക് പിന്നെ ഞാൻ കൊല്ലത്താണ്, ഇവിടെ വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ അതുകൂടാതെ നമുക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്താൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കേൾക്കണം. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. രാധികാ കവചൻ 2 പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. രാധികാ കവചൻ 2 കേട്ടിട്ട് വേണം നിങ്ങൾ രാധാ സഹസ്രനാമം 2 ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലാനായിട്ട്. ആ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ മാനസ തന്ത്രമുണ്ട്. കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്. പിന്നെ ഭഗവത്ഗീത 1-2 അധ്യായം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. നിരവധി ഷോർട്ട് വീഡിയോ. പിന്നെ എന്നും രാവിലെ 5:30 മണിക്ക് നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തികച്ചും മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾക്ക് പ്രഭാതം ആരംഭിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ കാണുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ എവിടെയും പോകാതിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ, അത് കാണാതിരിക്കരുത്. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമം ലിങ്ക് വേണ്ടവർക്ക് അയച്ചു തരാം, രാധിക കവചം ലിങ്ക് വേണ്ടവർക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് കാണണം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. രാധയുടെ പ്രണയം 171ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് രാധാജിയുടെ പറയാൻ പോകുന്നത്. ഓർമ്മിക്കുക, ഈ പറയുന്ന കഥയോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എൻ്റെ കടമ, എൻ്റെ ജോലി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് രാധാജിയെ കുറിച്ച് കിട്ടുന്ന കൊച്ചു വിവരങ്ങൾ വരെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രാധാറാണിയെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥ പുരാണത്തിൽ തന്നെ ഉള്ളതാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോഴാണ് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ എന്താ പറയേണ്ടത്, രാധാജി എന്നും ഒരു കടങ്കഥയാണ്. രാധാജിയെ സത്യം ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണന്റെ ജീവിതകഥ എല്ലാവർക്കും അറിയാം. കൃഷ്ണൻ എവിടെ ജനിച്ചു, ആര് വളർത്തി, ഇല്ലേ, കൃഷ്ണന്റെ മരണം. അതേ കണക്ക് ശിവഭഗവാനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പാർവതി ദേവിയെ കുറിച്ച് അറിയാം, ലക്ഷ്മി ദേവിയെ കുറിച്ച് അറിയാം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, രാധാറാണിയുടെ ജനനത്തെ കുറിച്ച് പല അഭിപ്രായം, രാധാറാണിയുടെ മരണത്തെ കുറിച്ചും പല അഭിപ്രായം. ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാധാറാണിയുടെ ജനനത്തെ കുറിച്ചും ആർക്കും വ്യക്തമായൊരു അഭിപ്രായമില്ല. രാധാറാണിയുടെ മരണത്തെ കുറിച്ചും ആർക്കും വ്യക്തമായൊരു അഭിപ്രായമില്ല. കാരണം രാധാറാണി ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. കാരണം അതെന്തുകൊണ്ടാണ്? അത് കൃഷ്ണന്റെ സ്വകാര്യ സ്വത്താണ്. പക്ഷേ രാധാറാണിയുടെ കഥയിൽ എന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്, കൃഷ്ണൻ എന്തേ രാധയെ മറന്നു? അതൊരു വലിയ ചോദ്യമാണ്. അതിന് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ നമ്മൾ പല കൃഷ്ണഭക്തർ ശ്രമിച്ചു പരാജയപ്പെടും. രാധാഭക്തർ ഉത്തരം കൊടുക്കാറുണ്ട്, കൃഷ്ണഭക്തര് അതിന് ശ്രമിച്ചു പരാജയപ്പെടും. അപ്പൊ അവര് ചെയ്യുന്നത് എന്താണ്? ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി ചില കഥകളൊക്കെ അങ്ങോട്ട് മെനഞ്ഞു ഉണ്ടാക്കും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ നോക്കേ, ഈ പുരാണം എന്ന് പറയുന്നതിന് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ഈ പുരാണത്തിനകത്ത് എത്രയോ കഥകൾ പിന്നീട് എഴുതി ചേർത്തിരിക്കുന്നു. നിരവധി കഥകൾ ആളുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിനകത്ത് പിന്നീട് ഇത് എഴുതി ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ കേട്ട, ഞാൻ വായിച്ച രാധാറാണിയുടെ ഒരു കഥ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ കേട്ടുള്ളൂ. ഇതാണ് സംഭവം. ദേവേന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണി. അപ്പൊ ദേവേന്ദ്രന്റെ ദേവലോകത്തെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത് ഇന്ദ്രാണി. ഇന്ദ്രാണി ഒരു ദിവസം വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ വണങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇന്ദ്രാണി ഭഗവാനോട് അപേക്ഷിച്ചു, ഭഗവാനെ, എനിക്കെന്നും അവിടുത്തെ സമീപത്ത് തന്നെ കഴിയാനുള്ള അനുഗ്രഹം നൽകണം. എനിക്കെന്നും അങ്ങയോടൊപ്പം വേണം. അങ്ങയുടെ സമീപത്ത് കഴിയാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണം. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നീ എൻ്റെ ഭക്തയാണ്, അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഞാൻ എന്ത് ചെയ്യും? സാധിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിന്റെ ആഗ്രഹം ഞാൻ സാധിക്കുന്നു. എങ്ങനെയാണെന്നോ, നീ ഇപ്പൊ തന്നെ ഭൂലോകത്തേക്ക് പോകണം. അങ്ങനെ ഭൂലോകത്തേക്ക് പോയിട്ട് 60 സംവത്സരം നീ തപസ്സനുഷ്ഠിക്കണം. അപ്പൊ നീ ഇപ്പൊ തന്നെ ഭൂലോകത്ത് പോകണം. ഭൂലോകത്ത് പോയിട്ട് 60 സംവത്സരം നീ തപസ്സനുഷ്ഠിക്കണം. അങ്ങനെ തപസ്സനുഷ്ഠിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കൃഷ്ണനായി അവതാരമെടുക്കും.
എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ കൂടെ സ്ഥിരമായി കൂട്ടുന്നതാണ്. ഇതാണ് ഭഗവാൻ മഹാവിഷ്ണു കൊടുത്ത വരം. ഭൂമിയിൽ പോവുക, 60 സംവത്സരം നീ തപസ് ചെയ്യുക, അത് കഴിയുമ്പോൾ ഞാൻ ഭൂമിയിൽ കൃഷ്ണനായിട്ട് അവതാരമെടുക്കും, അന്ന് നിന്നെ എന്നോടൊപ്പം ഞാൻ സ്ഥിരമായി കൂട്ടാം. അങ്ങനെ ഇന്ദ്രാണി അപ്പം തന്നെ ഭൂലോകത്തേക്ക് പോവുകയും 60 സംവത്സരം ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് കഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ആ തപസ്സനുഷ്ഠിച്ച ഇന്ദ്രാണി ഉണ്ടല്ലോ, രാധയായി കൃഷ്ണൻ ബാല്യകാലം ചെലവിട്ട ഗോകുലത്തിൽ ജന്മമെടുത്തു. കൃഷ്ണനോടൊപ്പം കളിച്ചും കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്തും കൃഷ്ണന്റെ പ്രിയ സഖിയായിട്ട് ബാല്യങ്ങളെങ്ങനെ ചെലവിട്ടു. അങ്ങനെ വളർന്ന് കൃഷ്ണൻ ഗോകുലം വിട്ട് ദ്വാരകയിൽ പോയി. അപ്പോൾ കണ്ണന്റെ വിരഹ ദുഃഖം താങ്ങാനാകാതെ രാധ ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണിച്ചു വന്ന് ഒടുവിൽ രാധാറാണി വല്ലാണ്ട് മെലിഞ്ഞുപോയി. ആ സമയത്ത് ഭഗവാൻ നൽകിയിരുന്ന വാക്ക് ഓർമ്മ വന്നു. നിന്നെ എപ്പോഴും എൻ്റെ കൂടെ കൂട്ടാം, ഞാൻ നിന്നെ ഒരിക്കലും പിരിയത്തില്ല എന്ന വാക്ക്. അങ്ങനെ രാധാറാണി എന്ത് ചെയ്തു? ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു. അപ്പോൾ ഇത് രാധയായി മാറിയ, അതായത് എൻ്റെ അടുത്ത് വന്ന് പണ്ട് വരം ചോദിച്ച ഇന്ദ്രാണിയാണെന്ന് കൃഷ്ണന് മനസ്സിലാക്കിയിട്ട്, പണ്ട് അവൾക്കൊരു വരവും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, നിന്നെ എപ്പോഴും കൂടെ കൂട്ടാമെന്ന്. എന്നിട്ട് കൃഷ്ണൻ രാധയെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി. ഇതാര് കണ്ടു? രുക്മിണീ ദേവി കണ്ടു. അപ്പൊ രുക്മിണീ ദേവി വല്ലാതെ കോപിച്ചു. ആ സമയത്ത് രുക്മിണീ ദേവിയുടെ കോപം കണ്ട് രുക്മിണീ ദേവിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായിട്ട് രാധാറാണി കൃഷ്ണനെ വിട്ട് ലോകദണ്ഡ എന്ന സ്ഥലത്തിന് സമീപമുള്ള ദണ്ഡി എന്ന സ്ഥലത്തിലേക്ക് പോയി. മനസ്സിലായില്ലേ? ലോകദണ്ഡയ്ക്ക് സമീപമുള്ള ദിണ്ഡി എന്ന സ്ഥലത്തേക്ക് പോയി. അതൊരു വനമാണ്. അവിടെ രാധാറാണി ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ജീവിതം കഴിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ ശ്രീകൃഷ്ണനാകട്ടെ രാധാറാണിയുടെ നിരാശ അറിഞ്ഞ് രാധാറാണി പോയതിൽ വിഷമം കൊണ്ടിട്ട് രുക്മിണീ ദേവിയെ വിട്ടിട്ട് രാധാറാണിയെ തിരക്കി ഇറങ്ങി. അപ്പൊ കൃഷ്ണൻ ഒരു സന്യാസിയുടെ വേഷമാണ് ധരിച്ചത്. അങ്ങനെ ധരിച്ച് ദിണ്ഡി ഉദ്യാനത്തിലെത്തി. അതൊരു പൂന്തോട്ടമാണ്, വനമല്ല, അതൊരു പൂന്തോട്ടം. വനത്തിലെ പൂന്തോട്ടം. ദിണ്ഡി ഉദ്യാനത്തിലെത്തി. അവിടെ രാധാറാണി തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. എത്തിയിട്ട് സന്യാസിയുടെ രൂപം ധരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഈ കാട്ടിൽ നീ എന്തിനാണ് ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പൊ രാധാറാണി നല്ല തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ രാധാറാണി പതുക്കെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ തപസ്സിനെയായി മുനിയെയാണ് കണ്ടിരിക്കുന്നത്, സന്യാസിയാണ് കണ്ടത്. അപ്പൊ രാധാറാണി ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇവിടെ വരാൻ എന്താണ് കാരണം? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടം വിട്ടു പോകണം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നോക്കൂ രാധേ, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്, ഞാൻ നിന്നെ തിരക്കി വന്നതാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, എൻ്റെ ഭർത്താവായ നിങ്ങൾക്ക് അനേകം ഭാര്യമാരാണ്, ഞാനത് കണ്ടതാണ്. അപ്പൊ എൻ്റെ ഭർത്താവായ നിങ്ങൾക്ക് അനേകം ഭാര്യമാരാണ്, നിങ്ങൾ അവരെ ഉപേക്ഷിക്കില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത്. നിങ്ങളാകട്ടെ കൃഷ്ണ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ഭർത്താവായിട്ടും നിങ്ങൾ വേഷം മാറിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഭർത്താവായിട്ട് പോലും നിങ്ങൾ വേഷം മാറി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു ചതിയനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾ ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് പുരുഷന്മാർ ഇങ്ങനെ വരാൻ പാടില്ല.
അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടം വിട്ടു പോകൂ, എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറയുകയും കൃഷ്ണൻ വളരെയധികം നിർബന്ധിച്ചിട്ടും രാധാറാണി വഴങ്ങാതിരിക്കുകയും അങ്ങനെ നിരാശനായി കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് കൃഷ്ണൻ എന്ത് ചെയ്തിട്ടില്ല, രാധാറാണിയെ കാണാൻ വന്നിട്ടുമില്ല, രാധാറാണി ദ്വാരകയിലേക്ക് പിന്നീട് പോയിട്ടുമില്ല. അങ്ങനെ ആ ദിണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രാധാറാണി തൻ്റെ ജീവനും ഉപേക്ഷിക്കുന്നു എന്നാണ് ഇതിനകത്ത് കിടക്കുന്ന കഥ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തികച്ചും കെട്ടിച്ചമച്ച ഒരു കഥയാണ്. കൃഷ്ണൻ എന്തേ രാധയെ മറന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തവര് കെട്ടിച്ചമച്ച ഒരു കഥയാണ്. ഇവിടെ രണ്ട് കാര്യം. ഇത് ദേവേന്ദ്രന്റെ ഭാര്യയാണ് ഇന്ദ്രാണി. അപ്പൊ ദേവേന്ദ്രന്റെ ഭാര്യ വന്ന് മഹാവിഷ്ണുവിനെ കണ്ടിട്ട് എനിക്കെപ്പോഴും അടുത്തു വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാര്യയാക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊരുവന്റെ ഭാര്യയെ സ്വീകരിക്കുന്നത് മര്യാദയാണോ? അങ്ങനെ മര്യാദയില്ലാത്ത ഒരാളാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ? അപ്പൊ തികച്ചും ഇത് ശ്രീകൃഷ്ണ ഭഗവാനെ അപമാനിക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, ആലോചിച്ച് നോക്കിയാൽ ഒരാളുടെ ഭാര്യയെ മറ്റൊരാളുടെ ഭാര്യയെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് ഇരിക്കുന്നു, അപ്പുറത്തെ വീട്ടിലെ അണ്ണന്റെ ഭാര്യ വന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് എന്നെ നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരാളിന്റെ ലക്ഷണമാണോ? അപ്പൊ ഒരിക്കലും മറ്റൊരാളിന്റെ ഭാര്യയെ ഭഗവാൻ അങ്ങനെ സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ അവിടെ വൈകുണ്ഠത്ത് മഹാലക്ഷ്മിയുടെ ആ അടുക്കലാണ് ഇരിക്കുന്നത്. അനന്തന്റെ അടുത്ത് പള്ളി കൊള്ളുകയും മഹാലക്ഷ്മിയുടെ പാദങ്ങളിൽ തൻ്റെ മടിയിൽ തൻ്റെ പാദങ്ങൾ വയ്ക്കുകയും മഹാലക്ഷ്മിയാണ് സദാ കൂടെ കാണുന്നത്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഈ ഇരിക്കുന്ന ആള് വേണ്ട, എന്നെ നിങ്ങളൊന്ന് സ്ഥിരം കൂടെ കൂട്ടണം എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ? അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ അതിനെ കൂട്ടുന്നത് മര്യാദയാണോ? എന്നിട്ട് ഭഗവാൻ എന്തു പറയുന്നു? ഓക്കേ, ഞാൻ വന്നേക്കാം, 60 സംവത്സരം നീ ഭൂമിയിൽ പോയി എന്നെ തപസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ രൂപം മാത്രം ധ്യാനിച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ. അപ്പം ഞാൻ വന്നോളാം, എന്നെ ഈ ഇവിടെ ഇരുന്ന് കാല് കരുമെന്ന ലക്ഷ്മി ദേവിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടത്ത് ആടിപ്പാടി വന്നോളാം. ഇങ്ങനെ പറയുന്ന ഒരാളാണോ ശ്രീകൃഷ്ണ ഭഗവാൻ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കെ. ഇങ്ങനെ പറയുന്നത് ഇത് ശരിക്കും ഭഗവാനെ കൊച്ചാക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം കാണാം. ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞൊന്നുമില്ല. ഈ കഥ കേട്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ എനിക്കിത് അവതരിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ഓഫീസിൽ ഒരു പെണ്ണ് വന്നപ്പം പറയുകയാണ്, നിന്റെ സ്നേഹം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, നീ ഒരു 5 വർഷം എന്നെയും വിചാരിച്ച് എന്നെയും പ്രണയിച്ചു കഴിയേ, അപ്പൊ നിന്റെ പ്രണയം സൂപ്പർ ആണെങ്കിൽ നീ അങ്ങോട്ട് ഡൽഹിക്ക് വന്നേരെ, ഞാൻ അവിടെ വരാം എന്ന് പറയുന്നതിന് തുല്യമല്ലേ? പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? സ്വന്തം ഭാര്യ കാണുകെ മറ്റൊരു പെണ്ണിനെ പിടിച്ച് ആരെങ്കിലും മടിയിലിരുത്തുമോ? ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഭഗവാൻ ചെയ്യുമോ? രുക്മിണി ദേവി നോക്കി നിൽക്കുമ്പോൾ പിന്നെ രാധയെ പിടിച്ച് എന്ത് ചെയ്യുന്നു? തൻ്റെ മടിയിൽ പിടിച്ചിരുത്തുന്നു. അത്രയ്ക്ക് ബോധമില്ലാത്ത ആളാണോ ഭഗവാൻ? അങ്ങനെ ഭഗവാൻ ചെയ്യുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ഭഗവാൻ ചെയ്യുമോ? ഒരിക്കലും ചെയ്യുകയില്ല. ആലോചിച്ചു നോക്കെ, നിങ്ങളും ഭർത്താവും കൂടി ഇരിക്കുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ കാമുകി വരുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ കാമുകിയെ പിടിച്ച് ഭർത്താവ് മടിയിൽ ഇരുത്തിയാൽ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലത്തില്ലേ? അപ്പൊ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സകല ഭാര്യമാരെയും ഉപേക്ഷിച്ചു പോയെന്ന്, അങ്ങനെ പോകുന്ന ഒരാളാണോ ശ്രീകൃഷ്ണൻ? 16,008 പേർക്ക് സംരക്ഷണവും കൊടുത്തിട്ട് പിന്നെ അവരെയും കളഞ്ഞ് രാധാറാണിയെ തേടിപ്പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കഥ ശരിക്കും ഇത് ഈ രാധാറാണിയെ കൃഷ്ണൻ മറന്നു എന്നതിനു വേണ്ടി അതിന് ഉത്തരം കിട്ടാത്ത വരുമ്പോൾ രാധാറാണിയെ ഇങ്ങനെ പല ഇതാക്കി ചെറുതാക്കി കാണിക്കാൻ വേണ്ടി ഏതോ ചില വിഡ്ഢികളായ കൃഷ്ണഭക്തര് പുരാണങ്ങളിൽ എഴുതി ചേർത്തതാണ്. പക്ഷേ അത് കൃഷ്ണന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് അവരറിയാതെ പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കുന്നത്
കൃഷ്ണഭക്തരെന്ന് അഭിമാനിക്കുന്നവരാണ്. അതാണ് അതിൻ്റെ സത്യം. കൃഷ്ണന്റെ അന്തസ് എന്നും ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ്? രാധാഭക്തരാണ്. പക്ഷെ രാധയെ മറന്ന ഒരു കാര്യത്തിൽ അവരെന്നും കൃഷ്ണനെ വിമർശിക്കും. അത് രാധാറാണിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ചില കൃഷ്ണഭക്തരായ മണ്ടന്മാർക്കില്ല. എന്നാൽ ഇത് ബുക്കിലെന്നും വന്ന കഥയല്ല, പുരാണത്തിലുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുരാണത്തിൽ തന്നെ ഒരുപാട് കൃത്രിമം നടന്നിട്ടുണ്ട്. കണ്ണും പൂട്ടി പുരാണങ്ങളെ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾ ഈ തർക്കത്തിന് ഉപയോഗിക്കുന്നത് പുരാണമാണ്. എന്തെങ്കിലും ഒരാൾ പറയുമ്പോൾ നിങ്ങൾ പറയും, ആര് പറഞ്ഞു? ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗർഗസംഹിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി ചേർത്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പുരാണങ്ങൾ മുഴുവനും സത്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അതുകൊണ്ട് തന്നെ ഈ കഥ അത് ഞാനതിനെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. പക്ഷെ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രാധാറാണിയെക്കുറിച്ച് എന്ത് കിട്ടിയാലും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്, ആ കടമയാണ് ഞാനിവിടെ ചെയ്തത്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. രാധയുടെ പ്രണയം നമ്മൾ കുറച്ചു നാളായി നിർത്തി വെച്ചിരുന്നത് ഓർമ്മയുണ്ടോ? രാധാറാണിയുടെ ഒരു ദൂതൻ ഭീമസേനന്റെ അടുക്കലേക്ക് വരികയും ഭീമസേനനെയും കൃഷ്ണനെയും മറ്റും വധിക്കാൻ ശകുനിയും ദുശാസനനും ഗൂഢാലോചന നടത്തുന്നുവെന്ന് പറയുകയും ചെയ്തു. അത് കേട്ടിട്ട് ഭീമസേനൻ വന്നപ്പോൾ ഒരു അഘോര മന്ത്രവാദി, ആ മന്ത്രവാദിയുടെ അടുക്കൽ ആരിപ്പുണ്ട്? ദുശാസനനും ഇരിപ്പുണ്ട്, അതോടൊപ്പം തന്നെ ശകുനിയും ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കാളി മാതാവിനെ വിളിച്ചു വരുത്തുകയാണ്. കാളി മാതാവിനെ വിളിച്ചു വരുത്തിയിട്ട് അഘോര മന്ത്രവാദി പറയുന്നു, നിങ്ങൾക്ക് ആരെയാണ് കൊല്ലേണ്ടതെന്ന് പിന്നെ കാളി മാതാവിനോട് പറയൂ. അപ്പൊ പറഞ്ഞു, കാളി മാതാവേ, ഞങ്ങൾക്ക് 3 പേരെ കൊല്ലണം. അപ്പൊ കാളി മാതാവ് ചോദിച്ചു, ആരെയാണ്? അത് ഒന്നാമത്തെ ആളിന്റെ പേര് ഭീഷ്മരെന്നാണ്. കാളി മാതാവ് പറഞ്ഞു, അസാധ്യം. കാരണം ഭീഷ്മര് സ്വച്ഛന്ത മൃത്യുവാണ്, അയാളെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. ഇനി രണ്ടാമത്തത് ആരാണ്? ശ്രീകൃഷ്ണൻ. അപ്പൊ കാളി മാതാവ് പറഞ്ഞു, ഒട്ടും സാധ്യമല്ല, ധർമ്മം സ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നത്, അയാളുടെ കർമ്മം തീർക്കാതെ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അയാളെ വധിക്കാൻ പറ്റില്ല. ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ അഘോര മന്ത്രവാദി എന്ത് ചെയ്തു? യജ്ഞവേദിയിലേക്ക് വിറകിന്റെ കൊള്ളികൾ വലിച്ചെറിഞ്ഞു. അപ്പൊ ഇത് ആളിക്കത്തി. എന്നിട്ട് അയാൾ ഓം ഹൂം എന്നും പറഞ്ഞ് കാളി മന്ത്രങ്ങൾ ജപിച്ചു. എന്നിട്ട് ദുശാസനനോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അടുത്തത് ചോദിക്കാൻ. അപ്പൊ നമ്മുടെ ദുശാസനൻ താണു വീണിട്ട് പറഞ്ഞു, കാളി മാതാവേ, കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ, മൂന്നാമനെങ്കിലും ഒന്ന് മരിക്കാനുള്ള ഒരു അനുഗ്രഹം, ഒരു വരം ഞങ്ങൾക്ക് തരണേ. അപ്പൊ കാളി മാതാവ് ചോദിച്ചു, നിങ്ങൾക്ക് മൂന്നാമതായി ആരെയാണ് വധിക്കേണ്ടത്? അപ്പോൾ ഭീമസേനൻ ഒരു കൗതുകത്തിന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഭീമസേനന്റെ ചെവിയിൽ രാധാറാണിയുടെ ശബ്ദം മുഴങ്ങിയത്, ഭീമസേന, ഇത് നിന്നെ വധിക്കാനുള്ളതാണ്, വേഗം നീ ഇടപെടൂ, വേഗം നീ ഇടപെടൂ എന്ന് പറഞ്ഞ് തൻ്റെ ചെവിയിൽ ഒരു ഉപായം രാധാറാണി പറഞ്ഞു തന്നതുപോലെ തോന്നി. രാധാറാണി തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഭീമസേനന് തോന്നിയത്. ഭീമസേനന് മനസ്സിലായി, ഭീമസേനൻ അപകടം മണത്തു, അടുത്തത് താനാണ്, അടുത്തത് താനാണ്. അതിനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്വച്ഛന്ത മൃത്യുവല്ല ഭീഷ്മരെ പോലെ, ഞാൻ കൃഷ്ണനെ പോലെ ദിവ്യ ശരീരവുമല്ല. നിശ്ചയമായും കാളീദേവി അനുഗ്രഹം കൊടുത്താൽ ഇവർക്ക് എന്നെ വധിക്കാൻ പറ്റും. അപ്പോൾ ഭീമസേനൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവിടെ കുടില് പൊക്കി നിർത്തിയിരിക്കുകയായിരുന്ന 2 മുളം തൂണുകള് തൻ്റെ കൈകൾ കൊണ്ട് ഭീമസേനൻ പിടിച്ചു വലിച്ചു. എന്നിട്ട് ഭീമസേനൻ എന്ത് ചെയ്തു? ആ മേൽക്കൂര ഒന്ന് മൊത്തത്തിലൊന്ന് ഒലച്ചു. എന്നിട്ട് തൻ്റെ കൈക്കരുത്ത് കൊണ്ട് ആ കുടില് മുഴുവൻ വലിച്ചു നിലത്തേക്കിട്ടു. അപ്പൊ ഈ മേൽക്കൂര യജ്ഞവേദിയുടെ അടുത്തിരിക്കുകയായിരുന്ന നമ്മുടെ ദുശാസനന്റെയും ശകുനിയുടെയും
അതേ കണക്ക് തന്നെ മന്ത്രവാദിയുടെയും ശിരസിൽ വന്ന് വീണു. അതോടുകൂടി അവിടുത്തെ ഉണക്കപ്പുല്ല് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത് ഉണക്കപ്പുല്ലിലാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത്? കുടിൽ നിർമ്മിച്ചിരിക്കുന്നത്. അത് വന്ന് വീണു. വീണത് അഗ്നിയിലാണ്. അപ്പൊ ഉണക്കപ്പുല്ലുകൾ കത്താൻ തുടങ്ങി. അപ്പൊ ഒരു കാറ്റ് വീശിയടിച്ചു. ആ വീശി അടിച്ച കാറ്റില് തീ ഇങ്ങനെ ആളിക്കത്തിയപ്പോൾ അഘോര മന്ത്രവാദിയുടെ താടിക്കകത്തേക്ക് തീ പിടിച്ചു. താടിയിൽ നിന്ന് അത് ശരീരത്തിലേക്ക് പിടിച്ചു. അഘോര മന്ത്രവാദിയെ ആ അഗ്നി വിഴുങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് നമ്മുടെ ദുശാസനനും ശകുനിയും ഒരു മാന്ത്രിക നിദ്രയിലായിരുന്നു. അവര് പെട്ടെന്ന് കണ്ണു തുറന്നു. തങ്ങളുടെ ശിരസിൽ എന്തോ വീണിരിക്കുന്നു. അവരത് കൈകൊണ്ട് മാറ്റി നോക്കിയപ്പോൾ ആഘോര മന്ത്രവാദി നിന്ന് പച്ചയ്ക്ക് കത്തുകയാണ്. ഭയന്നുപോയി രണ്ടുപേരും. അവര് ഭയന്നുകൊണ്ടോടി. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയം കൊണ്ട് കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നില്ല. ആ സമയത്തൊരു വലിയ പൊട്ടിച്ചിരി അവര് കേട്ടു. അവർക്ക് തോന്നി, ഈ സ്വരം പരിചയമുണ്ടല്ലോ, ഇത് കാളി മാതാവിന്റെ അല്ലല്ലോ, ഇത് ആരുടെ സ്വരം? പക്ഷെ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ആ പൊട്ടിച്ചിരി മറ്റാരുമല്ലായിരുന്നു, ഭീമസേനന്റെ ചിരിയായിരുന്നു. ഇവര് ഓടി വന്ന് എന്ത് ചെയ്തു? അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയിലേക്ക് എടുത്തങ്ങ് ചാടി. കാരണം ഭയം കൊണ്ട് അവരുടെ ഹൃദയം നിന്നു പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ മറുകര ലക്ഷ്യമാക്കി നീന്തി. ഇതൊക്കെ കണ്ട് ഭീമസേനൻ ആർത്തു ചിരിച്ചു. അപ്പോൾ ഭീമസേനൻ ആ അഘോര മന്ത്രവാദിയെ നോക്കി. അപ്പൊ ഭീമസേനൻ അത്ഭുതപ്പെട്ടു പോയി. ഭീമസേനൻ വിചാരിച്ചു, ഇയാളൊരു വിചിത്ര സ്വഭാവക്കാരൻ തന്നെയാണ്, അസാധാരണമായ ഒരു മനുഷ്യൻ. കാരണം ഈ അഗ്നിയിൽ തന്റെ താടിക്ക് പിടിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമവും അയാൾ നടത്തുന്നില്ല. എന്ന് മാത്രവുമല്ല, ഒരു പ്രാർത്ഥന മാത്രം ആ മുഖത്ത് നിന്ന് വരുന്നു. ആ അഘോര മന്ത്രവാദി ഇങ്ങനെ പറയുകയാണ്, ലോകമാതാവേ, നിന്റെ പുത്രനായ എന്നെ സ്വീകരിച്ചാലും, അവിടുത്തെ കൈകളിലേക്ക് എന്നെ സ്വീകരിച്ചാലും, അവിടുത്തെ കൈകളിലേക്ക് എന്നെ സ്വീകരിച്ചാലും, നിമിഷം കൊണ്ട് അഘോര മന്ത്രവാദി കത്തി എരിഞ്ഞമർന്നു. ആ കുടില് മുഴുവനും കത്തി നശിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി കെട്ടടങ്ങി. ആ സമയത്ത് ഭീമസേനനെ നോക്കി ആ രാധാറാണിയുടെ ദൂതൻ ചിരിച്ചു. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, നമുക്ക് പോകാം. അപ്പൊ രാധാറാണിയുടെ ദൂതനും പറഞ്ഞു, നമുക്ക് പോകാം. രണ്ടുപേരും നടന്ന് നദിയുടെ കരയിലെത്തി കഴിഞ്ഞപ്പോൾ ഭീമസേനൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ഭീമസേനൻ പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, നിങ്ങളുടെ റാണിയാണ് രാധാറാണി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, അതെ, ശരിക്കും ഈ രാധാറാണി ദൈവം തന്നെയാണോ? അപ്പോൾ ആ ദൂതൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, ദൈവം തന്നെ ആയിരിക്കും, ദൈവം തന്നെ ആയിരിക്കും. ഭീമസേനൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ട് സ്വയം എന്ന പോലെ ചോദിച്ചു, അതെ അതെ, രാധാറാണി ദൈവമായിരിക്കുമോ? ദൈവമായിരിക്കുമോ? കൃഷ്ണനേക്കാൾ ശക്തിയുള്ള ദൈവമായിരിക്കുമോ? അതോ കൃഷ്ണനാണോ ശക്തി കൂടുതല്? ഒരു നിമിഷം ഭീമസേനന്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ കടന്നുപോയി. കൃഷ്ണനേക്കാൾ വലിയ ദൈവമാണോ? അതോ കൃഷ്ണനാണോ ശക്തി കൂടുതല്? ദൈവം തന്നെ ആയിരിക്കും രാധാറാണി എന്റെ കൂടെ വന്നത് ശരിക്കും എന്നെ രക്ഷിക്കാനാണോ? അതോ കൃഷ്ണനെ രക്ഷിക്കാനാണോ? കൃഷ്ണന്റെ പേര് ഇവര് കാളിമാതാവിനോട് പറയുമെന്ന് രാധ എങ്ങനെ അറിഞ്ഞു? ഈ രാധ ഈ ദൂതനെ പറഞ്ഞയച്ചു. ഇത്രയും പെട്ടെന്ന് ബർസാനയിൽ നിന്ന് എങ്ങനെ വന്നു? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഭീമസേനൻ എന്ത് ചെയ്തു? പതുക്കെ കണ്ണുകൾ തുറന്നിട്ട് നദിയിൽ നിന്ന് വെള്ളമെടുത്ത് തന്റെ മുഖത്തേക്ക് ഒഴിച്ചതിന് ശേഷം ആ രാധാഭക്തന്റെ നേർക്ക് തിരിഞ്ഞു. ഞെട്ടിപ്പോയി ഭീമസേനൻ, ഞെട്ടിപ്പോയി. അവിടെ ആരുമില്ല. ആ രാധാഭക്തൻ നിന്ന സ്ഥലം ശൂന്യം. അപ്പോൾ പിന്നെ ആരായിരുന്നു?
ആരായിരുന്നു? അപ്പോൾ പിന്നെ ആരായിരുന്നു? ഭീമസേനൻ നടുങ്ങി വിറച്ചു നിന്നുപോയി. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹാം.